ഈ മനുഷ്യനോട് എത്ര തവണ പറഞ്ഞിരിക്കണോ ഇങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് തുപ്പല്ലേന്ന്? ഓ വേണ്ട, ഇനി മുതലേ പുറത്തു അകത്തേക്ക് തുപ്പിക്കോളാം. എന്തേ, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലം. ഞാനിത് ആരോടായി പറയണേ? അമ്മ, ഈ അച്ഛനെ കൊണ്ട് എന്ത് കഷ്ടോ. ഇന്ന് രാവിലെ വഴിയിലൂടെ പോകുമ്പോ ആളുകളൊക്കെ ചോദിക്കാം ഇക്കുറിയെങ്കിലും ഭാഷ സിനിമയിൽ അച്ഛനെ കണ്ടോന്ന്. എന്റെ തൊലി ഉരിഞ്ഞു പോയി. അച്ഛൻ ഈ ഭാഷ സിനിമ കാരണം മനുഷ്യന് വഴിയിലൂടെ നടക്കാൻ പറ്റാനുള്ള. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇപ്പൊ എന്റെ കുട്ടിയുടെ പ്രശ്നം? ആ വഴി നടക്കാൻ പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ. വേറെ ഇഷ്ടം പോലെ വഴിയുണ്ടല്ലോ. ഓട്ടി പെണ്ണ്. അച്ഛൻ തമാശിക്കണ്ട. അല്ല, അച്ഛനത് ഇത്ര പിടിവാശി? ഭാഷ സിനിമ തന്നെ കളിക്കണം. വേറെ എത്ര നല്ല സിനിമ ഉണ്ട്. അച്ഛൻ നോക്കിക്കോ, ഇതിങ്ങനെ പോയാ ഈ വർഷം അച്ഛന്റെ ഭാഷ കാണാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മോള് പോലും ഉണ്ടാവില്ല. എന്റെ ലച്ചു, എന്റെ കാശ്, എന്റെ തേവരുടെ മുറ്റം. എന്റെ കോക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇവിടെ ഭാഷ തന്നെ കളിപ്പിക്കും. ലോടിയേ, അതിനിപ്പോ ആരും കൂട്ടില്ലേലും എനിക്ക് ഒരു വിഷയമില്ല. ഞാനും എന്റെ മോനും കൂടെ ഒറ്റയ്ക്കിരുന്ന് കണ്ടോളാം. പശ മാണിക് പശ 100 തെളിച്ചുന്ന 100 തെളിച്ചെന്ന് മതി ആന്റണി. അച്ഛന് പറ്റിയ മോൻ. എന്താടി അമ്മേ, അമ്മി, അമ്മേ, അമ്മി, ഈ ഭാഷാ സിനിമയുടെ പേര് പറഞ്ഞ അമ്മയുടെ മോൻ എന്തൊക്കെ വൃത്തികേടുകളെ കാണിച്ചു വിടണേന്ന് അറിയോ? എന്ത്? നമ്മുടെ ജാൻസി ആന്റി ഇല്ലേ, അവരുടെ മോളെ കുറിച്ച് ഇവൻ എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞു നടക്കണേ. എപ്പോ? അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. എന്റെ മോളെ, ആ ജാൻസിയുടെ കൊച്ച് ഈ ഷിബുവിന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് കറങ്ങി നടക്കുന്നത് ഈ നാട്ടുകാർ മൊത്തം കണ്ടിട്ടുള്ളതാണ്. അതവ ഇവിടെ വന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു പരാതിയുമില്ല. പിന്നെ കള്ളു കുടിച്ചതാണ് നിന്റെ വിഷയമെങ്കിൽ അത് ഈ പ്രായത്തിലെ ചെറുപ്പക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലേടാ? അവള് പറയുന്നതിലും കാര്യമില്ലേ സ്വാമി? എന്റെ രേവു, ഇവനെ പോലുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിലെ പെങ്കൊച്ചുകൾ കുറച്ചെങ്കിലും വഴിതെറ്റാതെ നടക്കുന്നത്. യോമാരാണെങ്കിലും കണ്ണിപ്പെട്ടെങ്കിലും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം അല്ലേടാ? എടാ, എന്നാലും ഈ നരയൊക്കെ നീ എങ്ങനെയാടാ ഒപ്പിച്ചത്? സൂപ്പറായിരിക്ക്. അച്ഛൻ കള്ളുടിച്ചില്ലേ, അതിന് ബാക്കിയോട്ട് ഇരിപ്പുണ്ട് ഫ്രണ്ട്സിനോട്. ഞാൻ പോയി കുട്ടികളെ ഇഷ്ടം ഓടാ കള്ള അവിടുന്ന്. ഓ കണ്ടല്ലോ നിങ്ങളുടെ ഒരു മോൻ. അയ്യോ, അത് നമ്മുടെ മോനല്ലേ, എന്റെ മാത്രമൊന്നും അല്ലല്ലോ. ഡീസന്റ് ആവണം, നമ്മളവരെ കാണാൻ വന്നാൻ തോന്നരുത്. ലച്ചു, ദേ താല്പര്യമില്ലാന്ന് പറഞ്ഞവരൊക്കെ വന്നേക്കണം. ഫുൾ സ്റ്റാൻഡേർഡ്, ഫുൾ സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ്. ഓക്കേ, ഇവരോ? ഇന്ന് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് മഴ ചറ പറ പെയ്യും. ഇതാണാ നീ പറഞ്ഞ ഐശ്വര്യ? ആ, എനിക്കിതാണ് ഐശ്വര്യ റായ്. ബെസ്റ്റ്. രാമ രാമ. രാമയല്ല, അയ്യപ്പന. അയ്യപ്പ രക്ഷിക്കണേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹുർ ശാസ്ത്രേ തുഭ്യ നമോ നമ. ഭഗവാനേ, അങ്ങോട്ട് കൊടുക്ക. സാമിക്കെന്നെ മനസ്സിലായില്ലേ? എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ. ഞാൻ ജോറ. ജോറ നീയായിരുന്നു? എഞ്ചിനീയറെ കല്യാണം കഴിച്ച് എറണാകുളത്തേക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. ഇതെന്റെ മോള് ജെറിൻ. മോളെന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കും. അതെയോ? പണ്ട് നമ്മുടെ അച്ഛന്മാരെ കുറിച്ച് ഇട്ടിട്ടുള്ളതാ. ഇവന്റെ അച്ഛൻ അവന്റെ അച്ഛനോട് പറയണത് എന്റെ അച്ഛൻ കേട്ടതാ. ഞാനും കേട്ടു, നീയും കേട്ടു. ഇനി ആരും പറയാൻ. സിവിൽ സർവീസിന് നോക്കണം. സാമിയുടെ മക്കളൊക്കെ ദേ നിൽക്കുന്നു. മൂത്തവൻ ആനന്ദ്, ഇത് ലക്ഷ്മി. മോനെന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. അച്ഛനെ പോലെ ബാങ്ക് ജോലിക്കാവും താല്പര്യം. അതല്ല അമ്മായി, ഇവൻ സംവിധായകനാവാൻ പോവാ.
ആനക്കട്ടിയിലെ ആദ്യത്തെ സംവിധായകൻ ആനന്ദ് ഭാഷ. ഡാ, സ്ഥലത്തി നീ ചെല്ല്, ഞാൻ അങ്ങോട്ട് വരാം. ദേവു, ദേവു, നീ അറിഞ്ഞോ? എടി അതെ, ജോസഫിന്റെ ബസ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മോനാ. അതെയോ? ആ, എപ്പോ? ഇന്ന് രാവിലെ ബാങ്കിൽ ഐഷ എനിക്ക് മൊബൈലിൽ കാണിച്ചത്. അല്ല, അവൻ എവിടെ? അയ്യോ ചോദിക്കില്ലേ, അവനകത്തുണ്ട്. വന്നപ്പോ തൊട്ട് ഒരേ ഇരിപ്പ, മുറിയും അടച്ചിട്ട്. പഴയ കളിയും ചിരിയും ഒന്നുമില്ല നമ്മുടെ കുട്ടിയുടെ മുഖത്ത്. എടോ മണക്കൂസേ, ഒരു ഷെഡ്യൂള് കഴിഞ്ഞ് വരുന്ന സംവിധായകന്റെ മാനസികാവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ? ഒവ്വ്, അതാ ഞാൻ ശല്യം ചെയ്യാതിരുന്നത്. സ്വാമി പോയി അവന് ഊണ് കഴിക്കാൻ വിളിക്കേ, ഞാൻ എടുത്തു വെക്കാം. ശരി, ആയിക്കോട്ടെ. മോനെ അനു, ദാ എന്റെ തേവരെ, ഞാൻ ആരെയാ ഈ കാണുന്നത്? സംവിധായകനെയോ എന്റെ മോനെയോ? വാ, നീ ഇരിക്ക്, ആദ്യം ഭക്ഷണം കഴിക്കാം. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. വേണ്ട ചേ, എനിക്ക് വിശപ്പില്ല. അച്ഛൻ കഴിച്ചു. ഇരിക്കു മോനെ, യാത്രാക്ഷീണം കൊണ്ടാവും. ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചാ ഒക്കെ ശരിയാവും. എടോ, തനിക്കൂടെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. ആനക്കെട്ടിയിൽ ആദ്യ സംവിധായകനോടൊപ്പം ഒരു ലഞ്ച്. കളിയാക്കല്ല അച്ഛാ. കളിയാക്കിയതല്ല മോനെ. അച്ഛനറിയില്ല എന്റെ പ്രശ്നങ്ങള്, എന്റെ സിനിമ. അച്ഛന് സിനിമ അറിയില്ല എന്ന് മാത്രം നീ പറയരുത്. എടാ, ഒന്നുമില്ലെങ്കിലും ഭാഷ സിനിമയിൽ അഭിനയിച്ച ഒരാളല്ലേ നിന്റെ അച്ഛൻ. അക്കാര്യം മറക്കരുത് കേട്ടോ. അതല്ല അച്ഛൻ, ഞാൻ പറഞ്ഞത് ഏട്ടാ, പൊളിച്ചുട്ടോ. അച്ഛാ, ഇപ്പൊ ബസ്സിൽ വരുമ്പോഴില്ലേ ആളുകളൊക്കെ എന്നെ തന്നെയാ നോക്കണേ. സംവിധായകന്റെ അനിയത്തി നടക്കം പറയണ കേക്കുമ്പോ ഇല്ലേ, ഓ എന്താ പറയൂ. അമ്മേ, കണ്ടോടാ, അമ്മേ, അവളുടെ ഒരു സന്തോഷം കണ്ടോ? ദേവു, ചോറെടുക്ക്.